26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. വരൾച്ചാ ഭീതിയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശങ്ങൾ. ജലനിരപ്പ് ആശങ്കാജനകമായി താഴ്ന്നതോടെ കൃഷി അനിശ്ചിതത്വത്തിലായ സാഹചര്യത്തിലാണ് കർഷകരുടെ അതിജീവനത്തിനായി തേക്കടിയിൽ സർവമത പ്രാർത്ഥന. വിജയ് സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഒന്നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഇപ്പോഴിതാ വരൾച്ചാ ഭീതിയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശങ്ങളെന്ന റിപ്പോർട്ടുകൾ. ജലനിരപ്പ് ആശങ്കാജനകമായി താഴ്ന്നിരിക്കുന്നു. ഇത് കൃഷിയെ വലിയ തരത്തിൽ ബാധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ആയതിനാൽ കർഷകരുടെ അതിജീവനത്തിനായുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ കടുത്ത വരൾച്ച തുടരുന്ന പശ്ചാത്തലത്തിൽ അടിയന്തരമായി മഴ ലഭിക്കുന്നതിനായി പ്രത്യേക സർവമത പ്രാർത്ഥനകളും പൂജകളുമാണ് തമിഴ്നാട്ടിലെ കർഷകർ നടത്തിയിരിക്കുന്നത്. ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞതോടെ ഇത്തവണത്തെ ഒന്നാം കൃഷി പൂർണ്ണമായും ഇല്ലാതായ അവസ്ഥയിലാണുള്ളത്. ആയതിനാൽ ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ തേക്കടിയിൽ വേറിട്ട പ്രാർത്ഥനാ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കാലവർഷത്തിലുണ്ടായ കടുത്ത കുറവ് തമിഴ്നാട്ടിലെ അതിർത്തി ഗ്രാമങ്ങളിലെ കർഷകർക്കിടയിൽ ആശങ്ക വിതയ്ക്കുന്നുണ്ട്. പല മേഖലകളിലും മഴ പെയ്യാത്തതിനാൽ ഡാമിലേക്കുള്ള നീരൊഴുക്കും പൂർണ്ണമായി നിലച്ച അവസ്ഥയാണ്. തേനി, മധുര ഉൾപ്പെടെയുള്ള 5 ജില്ലകളുടെ ജീവനാഡിയായ മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 112 അടി താഴെയാണുള്ളതെന്നാണ് റിപ്പോർട്ട്. കാലാവസ്ഥ അനുകൂലമാകാനും എത്രയും വേഗം മഴ പെയ്യാനും വേണ്ടിയാണ് കമ്പം, ചിന്നമന്നൂർ കർഷക സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ തേക്കടിയിൽ സർവമത പ്രാർത്ഥനയും പൂജയും നടത്തിയത്. വിവിധ മതവിഭാഗത്തിൽപ്പെട്ട ആത്മീയ നേതാക്കൾ ഒന്നിച്ച് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ മഴ ലഭിച്ചില്ലെങ്കിൽ അതിർത്തി മേഖലകളിൽ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാനാണ് കർഷകരുടെ തീരുമാനം. തേനി ജില്ലയിലെ മാത്രം 14,707 ഏക്കറോളം കൃഷിഭൂമി മുല്ലപ്പെരിയാറിനെയാണ് ആശ്രയിക്കുന്നത്. കാർഷിക ആവശ്യങ്ങൾക്ക് പുറമെ 5ഓളം ജില്ലകളിലെ കുടിവെള്ളത്തിനും ഈ ഡാമിനെ തന്നെയാണ് ആശ്രയിക്കുന്നത്. നിലവിൽ 112 അടിയാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്. കൃഷി ഇറക്കാൻ കഴിയാതെ ഉപജീവന മാർഗം തന്നെ ഇല്ലാതാകുന്ന സാഹചര്യത്തിലാണ് ഇവിടുത്തെ കർഷകർ പ്രാർത്ഥനയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.